Hi, hello, assalamu alaikum. Welcome back to another video of Zoella Hair Accessories. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്ലാസിക് ഐറ്റമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫെൽറ്റ് ഷീറ്റും അതുപോലെ തന്നെ ഫോം ഷീറ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അടിപൊളി ഒരു ഹെയർ ക്ലിപ്പാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ എങ്ങനെയാണ് അതുണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഈ ഗോൾഡൻ കളർ അതാണ് ഫെൽറ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ഫോം ഷീറ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഇതാണ് ഫോം ഷീറ്റ്, ബ്രൗൺ കളർ. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് ഫെൽറ്റ് ഷീറ്റ് എടുക്കാം. നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. 5 സെൻറ്റിമീറ്റർ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. വീതി 5 സെൻറ്റിമീറ്ററും മാർക്ക് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ നീളം, ഇതിൻ്റെ ഫുൾ നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഫുൾ നീളം എന്ന് പറയുന്ന ഒരു 17 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പം 5 സെൻറ്റിമീറ്റർ വീതിയും 17 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഫെൽറ്റ് ഷീറ്റ് എടുക്കുക. അപ്പോൾ ഇതൊന്ന് നമുക്ക് ലൈൻ വരച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒന്ന് ലൈൻ വരയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ല ലുക്ക് കിട്ടുക. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കട്ട് ചെയ്യുന്ന വളഞ്ഞു പോയാൽ നമ്മളെപ്പോഴും മെഷർമെൻ്റ് എടുത്ത് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അപ്പം നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി വേണ്ട നമുക്ക് ഫോം ഷീറ്റാണ്. ഫോം ഷീറ്റിന് എൻ്റെ അളവെന്ന് പറയുന്നത്, ഫോം ഷീറ്റിൻ്റെ വീതി എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ തന്നെയാണ് വീതി. 5 സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. 5 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു 2 ഇഞ്ച് ഒക്കെ വരും, ഇഞ്ചിൽ പറയുകയാണെങ്കിൽ. അപ്പം ഇനി ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. 6 സെൻറ്റിമീറ്റർ നീളം, 5 സെൻറ്റിമീറ്റർ വീതി, 6 സെൻറ്റിമീറ്റർ നീളം. നീളവും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് ലെവലാക്കി വെക്കണം. നമ്മളൊന്ന് ലെവലാക്കി വെച്ചു. ലെവലാക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയാണ്. ഈ ഗോൾഡൻ ഫെൽറ്റ് ഷീറ്റിന് പകരം നിങ്ങൾക്ക് സിൽവർ കളർ, വൈറ്റ് കളർ ഫെൽറ്റ് ഷീറ്റ് വേണമെങ്കിൽ എടുക്കാം. പിന്നെ അതിന് മാച്ച് ചെയ്യുന്ന ഫോം ഷീറ്റ് എടുക്കണം. ബേസ് ഇത് 2 കളറാകുമ്പോഴാണ് കൂടുതൽ ഭംഗിയാവുന്നത്. അപ്പോൾ നമ്മൾ ഫോം ഷീറ്റും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഈ ഫെൽറ്റ് ഷീറ്റിനെ നമ്മൾ ബോ മേക്ക് ചെയ്യുന്നത് പോലെ ഒന്ന് 2ആയിട്ട് മടക്കി 2 പകുതിയാക്കിയിട്ട് അതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് നമുക്ക് 2 സൈഡിൽ നിന്നും സെൻറ്ററിലോട്ട് മടക്കി കൊടുക്കാം. നമ്മുടെ നോർമൽ ബോ മേക്ക് ചെയ്യുന്നത് പോലെ തന്നെ അതുപോലെ ഇതിനെ പിടിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് ഫോം ഷീറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ആദ്യം അകത്തോട്ട്, പിന്നെ 2 ഭാഗം പുറത്തോട്ട്. ആദ്യം അകത്തോട്ട് മടക്കണം, പിന്നെ 2 ഭാഗം പുറത്തോട്ട് വരണം. ഇത്രേ ആകാവുള്ളൂ. ഇത് സൂചി നൂലും വെച്ചൊന്നും ഒരുപാട് ഞുറു ഇതിന് വരേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇത്രയും മാത്രം മതി. ഇനി നമുക്കിത് നൂല് കൊണ്ട് ചുറ്റിയിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം.
അപ്പം നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വീഡിയോയിൽ എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണിത് കാണാൻ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് കൊടുക്കാം. അതിന് ഞാനിവിടെ ഒരു വീതി ഒരു 1 സെൻറ്റിമീറ്ററിൽ ആ ഒരു അളവിനൊക്കെ വീതി എടുക്കുന്നുള്ളൂ. നീളമെന്ന് പറയുന്ന ഒരു 8 സെൻറ്റിമീറ്ററാണ് ഞാൻ എടുത്തേക്കുന്നത്. എട്ട് സെൻറ്റിമീറ്റർ നീളം എടുത്തിട്ടുണ്ട്. ബോ നമ്മൾ അളന്ന് നോക്കണം. അപ്പോൾ ഒരു സൈഡ് ഞാൻ അളന്നപ്പോൾ 4 സെൻറ്റിമീറ്റർ വന്നു. അപ്പോൾ നമ്മൾ ചുറ്റി എടുക്കേണ്ടതല്ലേ, 2 സൈഡും കൂടെ ഒരു 8 സെൻറ്റിമീറ്റർ, 8 അല്ലെങ്കിൽ 9 എടുത്താലും കുഴപ്പമില്ല, 9 ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ 8 എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. എട്ടാണ് ഇതിൻ്റെ കറക്റ്റ്. 9 എടുത്താൽ കുറച്ചുകൂടെ വരും, വലിയ പ്രശ്നം വരില്ല. എന്നാലും 8 കറക്റ്റ്. ഇതേ അളവിന് എടുക്കുകയാണെങ്കിൽ 8 കറക്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഹെയർ ക്ലിപ്പിലോ ഹെഡ് ബാൻഡിലോ ഇതിൽ വേണമെങ്കിലും വെക്കാം. നല്ല അടിപൊളി ഒരു ക്ലാസിക് ബോയാണ്. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.